രാവിലെ എന്റെ അപ്പനെ വിളിക്കാനാണോ നിന്റെ പപ്പ വന്നിരിക്കുന്നത്? പപ്പയ്ക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? എനിക്ക് വേണ്ടത് എന്റെ മോക്ക് നീ അത്യാവശ്യം കൊടുക്കേണ്ട സാധനം. എന്ത്? മനസ്സമാധാനം. അത്രക്ക് ആഴത്തിൽ കുത്തണ്ട മോനെ. ഇതെന്താണിത്? കിണറാ? കിണറ്റിൽ വേണ്ട എന്റെ ഓർമ്മയ്ക്കായിട്ട് കിണർ കുത്തി സ്മാരകം ഉണ്ടാക്കണോ പറമ്പുഴുവൻ? പണിയെടുക്കുകയില്ല, പണിയെടുക്കുന്നവരെ പരിഹസിക്കുക. ഓ, ഇത്തിരി ആഴം കൂടിയാലും ചാരവും ചാണകവും ഒക്കെ ഇട്ട് കഴിയുമ്പോ ശരിയായിക്കൊള്ളും. കേരളത്തിലെ മുഴുവൻ പശുവിന്റെ ചാണകവും കൊണ്ട് നിറഞ്ഞു വരും. ഒന്നും മിണ്ടായിരിയടാ. ആവൂ, ഇന്നെങ്കിലും എന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പറ്റിയല്ലോ. ഓ, ഇത് ജോസേട്ടനാ. വേണപ്പോ എടുത്തു കൂടി. അത് ശരി. അപ്പൊ ഞാൻ ഔട്ടായി. കർത്താവേ, പള്ളിയിലെ മോട്ടറിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കണുണ്ട്. ചേച്ചിക്ക് വേണ്ടി ഓയിലക്സിലിട്ടൂടെ? ഡോക്ടറെ വേണ്ടിയോണ്ട് നല്ല റീസെയിൽ വാല്യൂ ഉണ്ട്. അത് ഞാനങ്ങനെ പോവും. എന്നിട്ട് ചേച്ചി ഒരു യൂബർ വിളിച്ചോ? അതായിരിക്കും നാട്ടുകാർക്ക് ചേച്ചിക്ക് നല്ലത്. ഹലോ ദിനേശ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു? ആ പോസ്റ്റ് വേറെ ആള് സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ, താങ്കൾക്ക് കിട്ടിയില്ല. എന്നാ കിട്ടിയാളെ വിളിച്ചു പറഞ്ഞാ പോരെ, എന്നെ എന്തിനാ വിളിച്ചു പറയുന്നത്? ഒരു മനസ്സുഖം, കാറിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോ നമ്പർ കണ്ടു വിളിക്കാന്ന് കരുതി. ശരി, ഇപ്പൊ ഞാൻ എന്തിനു വേണം? ദിനേശ് ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഞാൻ ഇവിടെ ജംഗ്ഷനിൽ. അവിടെ കാണാൻ കുഞ്ഞു. താനൊക്കെ മലയാളികൾക്ക് തന്നെ അവമാന. എവിടെയും തന്റെ ഇടവും ആത്മധൈര്യവും കൈവിടാത്തവരാ മലയാളികൾ എന്ന് എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ നാടല്ലല്ലോ മുഖത്തെ ഈ മീശ വെച്ച് നടക്കാൻ. മീശ വച്ചതല്ല, തന്നെ ഉണ്ടായതാ. ഓ തമാശ. മീശ ആൺകുട്ടികളുടെ ലക്ഷണ. തനിക്കത് ചേരില്ല. അതാണ് കുട്ടിയുടെ ഏട്ടനത് പഠിച്ചു കളഞ്ഞത്.